ഇനി നമുക്ക് ഇന്നത്തെ ഒരു പെർഫോമർ കൂടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഡാൻസ്, പാട്ട് എന്നൊക്കെ രീതിയിൽ നമ്മൾ കുറേ പെർഫോമൻസുകൾ കണ്ടു. ഇത് അതൊന്നുമല്ല, കുറച്ചും കൂടി അഭ്യാസമുറകൾ നിറഞ്ഞ നമ്മുടെ കേരളത്തിന്റെ തനതായ ഒരു ശൈലിയാണ് കളരി എന്ന് പറയുന്നത്. അതായത് എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾ ഇപ്പൊ കൂടുതലുമായിട്ടും കളരിയിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പെൺകുട്ടികൾ പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കളരി. അപ്പൊ അതിന് മാതൃകയായിട്ട് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് ഒരു കുട്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കളരിയിൽ ഒരുപാട് നാഷണൽ റെക്കോർഡ്സും അല്ലെങ്കിൽ അച്ചീവ്മെന്റ്സ് ഒക്കെ കിട്ടിയ ഒരാളാണ്. അപ്പൊ എന്തായാലും ആ മിടുക്കിയെ ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യേണ്ട സമയമായിരിക്കാം. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആതിര. അപ്പോൾ റെഡ് കാർപ്പറ്റ് ഫാമിലിയിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ പെൺകരുത്തിന്റെ ഒരു പ്രതീകമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആയിട്ടാണ് ആതിര വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആതിരയുടെ ആഗ്രഹവും അല്ലെങ്കിൽ ഇതിലേക്ക് വരാനുള്ള റീസണും ഒരു സ്ത്രീ സുരക്ഷിത അല്ലെങ്കിൽ അവരുടെ ഒരു സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്നത് തന്നെയായിരിക്കും കോൺസെപ്റ്റ് അല്ലേ? ഏതൊരു വയസ്സ് മുതലാണ് അങ്ങനെയൊക്കെ ഒരു ചിന്തകളൊക്കെ വരാൻ തുടങ്ങിയത്? ഞാൻ 7th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് കളരിയിലേക്ക് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല, കളരി എന്താണ് ഒന്നും അറിയില്ല. എല്ലാവരും ചെയ്യണു, എനിക്കും ഒന്ന് ചെയ്തുകൂടാ എന്നുള്ളൊരു ഇതിൽ പോയതാണ്. പിന്നീട് മനസ്സിലായി നമ്മൾ പഠിച്ചതുകൊണ്ട് നമുക്ക് കൂടുതൽ രാത്രിയിൽ ഒറ്റയ്ക്ക് പോകുമ്പോഴില്ലെങ്കിൽ ഒരാളുടെ മുമ്പിൽ എന്തും ധൈര്യത്തോടെ സംസാരിക്കുക എന്നുള്ളൊരു ഇതെനിക്കൊരു ആത്മവിശ്വാസം ഇതിലൂടെ വന്നു. അതായത് കളരി പഠിക്കുമ്പോൾ നമ്മൾ മെന്റലി ആൻഡ് ഫിസിക്കലി സ്ട്രോങ് ആവും. ഏറ്റവും വലിയ പ്രശ്നം പെൺകുട്ടികളുടെ ഞാനൊരു പെണ്ണാന്നുള്ള വിചാരം ആ ചിന്ത തന്നെ. കാരണം ഫെമിനിറ്റി ആൻഡ് ഫെമിനൈൻ എന്നൊക്കെ പറയുന്നത് ഓരോ വ്യക്തിയുടെ താഴ്ന്ന ഒരു ഇതല്ല, അതെ, വി ആർ ഈക്വൽ എന്നുള്ളതാണ്. ഒരുപക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ സ്ത്രീകൾ കൂടുതൽ ഹയറാണ്. കാരണം നമുക്ക് കിട്ടാവുന്ന ഒരു മൾട്ടി ടാസ്ക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഒരാണിന് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതെ, ഞാൻ ഒരു വിഡോവർ എന്ന് പറയുമ്പോൾ, അതായത് ഭാര്യ മരിച്ച ഒരാൾ ജീവിക്കുന്നേക്കാളും എളുപ്പമാണ് ഒരു ഭർത്താവ് മരിച്ച ഭാര്യ ജീവിക്കുന്നത്. ഇതൊക്കെ വിവാദമാവാൻ സാധ്യതയുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഗോസിപ്പ് വരാൻ സാധ്യതയുണ്ട്. ബട്ട് ദാറ്റ് ഈസ് എ ട്രൂത്ത്, ഇറ്റ്സ് എ ട്രൂത്ത്. എന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ സുമംഗലിയായിട്ട് മരിക്കണം എന്ന്. ഭർത്താവിനെ സ്നേഹിക്കാത്തവരെ അത് പറയുള്ളൂ എന്ന് എൻ്റെ അമ്മ പറയും. കാരണം ഒരിക്കലും ഭർത്താവിന് ഭാര്യയില്ലാതെ ജീവിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് പെണ്ണുങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ ആണുങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഭാര്യയോട് പറയണ പോലെ അവർക്ക് വേറെ ആരോടും പറയാൻ പറ്റില്ല, മക്കളോട് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് വളരെയധികം ആ ചിന്ത തന്നെ ആദ്യം മാറ്റിയെടുക്കണം. ഞാനൊരു സ്ത്രീയല്ലേ എന്നുള്ള ആ ഒരു എന്തോ ഒരു താഴ്ന്ന ഒരു മനപ്പാന്മ. അപ്പൊ എപ്പോഴെങ്കിലും അതായത് ഈ കളരി പഠനത്തിന്റെ ഇടയിലാണെങ്കിലും എന്തെങ്കിലും അങ്ങനത്തെ ഒരു അനുഭവം, ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് ആതിര പ്രതികരിച്ച് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഈ കളരിയിലും ഇതിൽ ആക്റ്റീവ് ആവുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർ പറയും, ഓ കുട്ടി പെൺകുട്ടിയാണ്, എന്തിനാ ഈ കളരിക്കൊക്കെ പോകുന്നത്? അച്ഛനില്ല, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മ പറയും വേണ്ട. അച്ഛൻ എത്ര പ്രായം? 1.5 വയസ്സിൽ മരിച്ചു. ഞാൻ ഒറ്റ മോളാണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് അമ്മ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയത്. അപ്പോൾ എനിക്ക് കുറച്ച് എല്ലാത്തിനോടും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ഡാൻസിനോടും പാട്ടിനോടും എല്ലാത്തിനും ഒന്ന് എന്തുകൊണ്ട് ചെയ്തുകൂടാന്നുള്ളൊരു പ്രകൃതക്കാരിയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു ആൾക്കാരെന്തൊക്കെ പറയും. ഞാൻ പറഞ്ഞു ആൾക്കാരെ നോക്കിയിട്ടല്ല ഞാൻ ചെയ്യേണ്ടത്, അമ്മയ്ക്ക് വിശ്വാസമാണോ ഞാൻ ചെയ്യും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റും എന്ന് അമ്മയ്ക്ക് വിശ്വാസമാണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യും എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇതിലേക്ക്. അമ്മ അതിന് പൂർണ്ണ സപ്പോർട്ട് കൂടുതൽ തന്നെ. അമ്മയ്ക്കും ഈ പറഞ്ഞ പോലത്തെ, ചേച്ചി നേരത്തെ പറഞ്ഞ പോലത്തെ ഈ ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഞാൻ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണ്, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളതുകൊണ്ടായിരിക്കും അമ്മ പേടിച്ചത്. എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ലെവലിൽ മത്സരിച്ച് ഒരുപാട് അച്ചീവ്മെന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ആതിരയ്ക്ക്. എന്തൊക്കെയായിരുന്നു അത്? ഉറുമി വീശൽ, കളരി, വാൾപ്പയറ്റ്, വടി വീശൽ, വടി, അതുപോലെ തന്നെ കൈപ്പോര്. കൈപ്പോരെന്ന് പറഞ്ഞാൽ നമ്മള് ബോക്സിംഗ് പോലത്തെ കളരിയിലുള്ളൊരു ഐറ്റം. അത് ശരി. അപ്പൊ ഏകദേശം ഒരു എത്ര വർഷം? 10-11 വർഷം? 11 വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലൊരു ഇതിലേക്ക് എത്തിക്കഴിഞ്ഞു. ആൻഡ് പിന്നെ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ആദരിക്കുന്നുള്ളത് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്? അത് വളരെ വലിയൊരു ആഗ്രഹമാണ്. വളരെ വലിയൊരു ആഗ്രഹമാണ്. അതെ.
പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ, അതായത് ലൈക്ക് ഓഡീഷൻസിന് പോവുക, ആളുകളെ മീറ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ചെയ്തു ഒരു തുടങ്ങിയോ? സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ, very good. ഏത് മലയാളം? അല്ല, തമിഴാണ്. തമിഴാണ്. അപ്പൊ എന്തായാലും അതിനൊരു ഓൾ ദി ബെസ്റ്റ്. ആൻഡ് ഈ ഒരു ആഗ്രഹത്തിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളിപ്പോ വെച്ചിരിക്കുന്നത്. ഇനി മുന്നോട്ട് എനിക്ക് തോന്നുന്നു ആതിര മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു സുരേഷ് ഗോപി വ്യക്തിയാണ്. സാറിനെ കാണണം എന്ന് വലിയൊരു സുരേഷ് ഗോപി സാർ. സുരേഷ് ഗോപി സാറ്. ആ സാറിന്റെ സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ സിനിമകളും ഇഷ്ടമാണ്. അത് അടിപൊളി ആയതുകൊണ്ടാണോ? അതെ അതെ, എല്ലാത്തിലും നല്ല അതായത് ഒരു പവർ പാക്ട്, ഒരു പവർ മാൻ ആണല്ലോ അദ്ദേഹം. കാര്യങ്ങൾ പറയുന്നതിലാണെങ്കിലും അഭിനയത്തിലാണെങ്കിലും ചില സൈഡിൽ ഭയങ്കര സ്വീറ്റ് ആണ്. നമുക്ക് തന്നെ തോന്നും ഇതെന്താ ഇത്ര കുഞ്ഞു പിള്ളേരെ പോലെ സംസാരിക്കുന്നത്, പക്ഷെ നമ്മൾ കാണുന്ന സിനിമകളൊക്കെ വേറെ. അപ്പൊ അങ്ങനെ എല്ലാ മുഖങ്ങളുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ അമൃത ടിവിയിൽ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഷോയിൽ അദ്ദേഹം വരുന്നുണ്ട്. അപ്പൊ ട്രിവാൻഡ്രത്ത് വന്നാൽ കാണാം തീർച്ചയായും. എന്തായാലും കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. പേര് പറയൂ. വിഷ്ണു. വിഷ്ണു. വിഷ്ണു എന്ത് ചെയ്യണു? ഞാൻ 10th കഴിഞ്ഞു. 10th കഴിഞ്ഞു. നല്ല മാർക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇനി എന്താണ് ഭാവി പരിപാടികൾ? ഭാവി പരിപാടി ഭാവി ഒരു പരിപാടി ഇല്ലേ? കളരി ഉണ്ടോ? കളരിയില്ല. കളരിയൊന്നുമില്ല. പഠനമായിട്ട് ജോലിയായിട്ട് മുന്നോട്ട് പോവാനാണ്. ഓക്കെ, വെരി ഗുഡ്. ഇനി ഇതാരാണ്? സ്റ്റുഡന്റ് ആണ്. പേര്? ആകാശ്. ആകാശ്. ആകാശ് എന്റെ അനിയന്റെ പേരാണ് ആകാശ്. ആകാശിന് എങ്ങനെയാണ് കളരി എന്ന് പറയുന്നത് ഒരു ഇഷ്ടം തോന്നാൻ എന്താണ് റീസൺ? ഒന്ന് വീട്ടിന്റെ അടുത്താണ്, അപ്പോ സ്വാഭാവികമായിട്ട് കേട്ടും കണ്ടും ഒക്കെ ഒരു ഇഷ്ടം വരും. അതെ, അവിടെ പോയതിനു ശേഷം പിന്നെ എല്ലാരെയും കണ്ട് മാസ്റ്ററെ ഒക്കെ കണ്ടപ്പോ ഇഷ്ടം. ഓക്കെ, സൂപ്പർ. അപ്പൊ ഇനി ഇതാണ് ആതിരയുടെ ഗുരു അല്ലെ? അദ്ദേഹത്തെ പരിചയപ്പെടാം. നമസ്കാരം. നമ്മള് കളരിയിലുള്ള അവരെ ആശാൻ എന്നാണ് പറയുന്നത് അല്ലേ? അപ്പൊ ആശാന്റെ അടുത്ത് വന്ന ഒരു മിടുക്കി സ്റ്റുഡന്റ് ആണ് ആതിര. എങ്ങനെയായിരുന്നു കൊച്ചിലെ വന്ന സമയത്ത്? എങ്ങനെയായിരുന്നു ആതിര? നല്ല മടിയായിരുന്നു. മടിയായിരുന്നു. ആദ്യം തുടക്കം മടിയാണ്, പേടിയും മടിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഒരു മാസം 2 മാസം കഴിയും പിന്നെ ഉഷാറായി. നല്ല ഇപ്പൊ ആതിര എനിക്ക് തോന്നുന്നു ആശാന്റെ കീഴിലുള്ള ഒരു ബെസ്റ്റ് സ്റ്റുഡന്റ് തന്നെയാണ്. ആശാന്റെ പേര് പറഞ്ഞില്ല. സെൽവൻ. പ്രോപ്പർ പാലക്കാട് തന്നെയാണ്. പാലക്കാട്. എത്ര വർഷമായി ഈ കളരി കൊണ്ട്? കളരി ഇപ്പൊ 67 വർഷമായി. അച്ഛന് പാരമ്പര്യമായിട്ടുള്ളതാണ്. 67 വർഷമായി. ഓ, അച്ഛന് പാരമ്പര്യമായിട്ടുള്ളതാണ്. അത് പഴയതെല്ലാം വിട്ട് 67 വർഷമായി അത് ശരി കളരി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാരും കാണാൻ സാധിച്ചതില്.